ഹലോ ഗൈസ്, വെൽക്കം ടു മെക് സ്റ്റുഡിയോ. അപ്പോൾ ഇന്ന് ഡബിൾ ഹെഡർ പോരാട്ടങ്ങളുള്ള ഒരു സൂപ്പർ സാറ്റർഡേ ആണ് ആരാധകർക്കായി IPL ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് നടക്കുന്ന ആദ്യ പോരാട്ടത്തിൽ പഞ്ചാബ് കിങ്സ് വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽസ്. അതിൻ്റെ ഒരു മാച്ച് പ്രിവ്യൂ വീഡിയോ നേരത്തെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ രണ്ടാം മത്സരം കരുത്തുറ്റ ടീമുകൾ തന്നെയാണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. അതിലുപരി ഓസ്ട്രേലിയ വേഴ്സസ് ഓസ്ട്രേലിയ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം ഇത്തവണ IPL താരതലത്തിൽ ഏറ്റവും ഉയർന്ന IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന തുകയ്ക്ക് വിറ്റുപോയ രണ്ട് താരങ്ങൾ മുഖാമുഖം വരികയാണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ മിച്ചൽ സ്റ്റാർക്കും അതോടൊപ്പം തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ക്യാപ്റ്റനായിട്ട് ഡെബ്യൂ കളിക്കാൻ പോകുന്ന പാറ്റ് കമിൻസും. 20.5 കോടി രൂപയ്ക്കാണ് IPL ചരിത്രത്തിലെ ഉയർന്ന രണ്ടാമത്തെ തുകയ്ക്കായിരുന്നു കമിൻസിനെ ഹൈദരാബാദ് സ്വന്തമാക്കിയതെങ്കിൽ IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയായ 24 കോടി രൂപയ്ക്കായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മിച്ചൽ സ്റ്റാർക്ക് എന്ന ഓസ്ട്രേലിയൻ പേസ് ബൗളറെ സ്വന്തമാക്കിയത്. നമുക്കറിയാം, സ്റ്റാർക്കിൻ്റെ ഒരു മടങ്ങിയ വരവ് IPL സീസണാണ്. 9 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം IPLലേക്ക് തിരികെ എത്തുന്നത്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിലെ കുറച്ച് പ്രിവ്യൂവും പിച്ച് റിപ്പോർട്ടും പ്രോബബിൾ പ്ലേയിങ് ഇലവനും ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ശ്രേയസ് അയ്യർ, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ക്യാപ്റ്റനുള്ള ശ്രേയസ് അയ്യറുടെ തിരിച്ചവരാണ്. കഴിഞ്ഞ സീസണിൽ അദ്ദേഹം പരിക്കേറ്റ് പാതി വഴിയിൽ സീസൺ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടായിരുന്നു. കമിൻസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള IPL ക്യാപ്റ്റനായിട്ടുള്ള ഡെബ്യൂ മാച്ച് കളിക്കാൻ പോവുകയാണ് ഇന്ന്. സോ ശ്രേയസ് അയ്യർ വേഴ്സസ് പാറ്റ് കമിൻസ്. ആദ്യം പിച്ച് റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലാണ്, കൊൽക്കത്തയുടെ ഹോം ഗ്രൗണ്ടിലാണ് ഇന്ന് മത്സരം നടക്കാൻ പോകുന്നത്. രാത്രി 8 മണി മുതലാണ് അതിൻ്റെ ലൈവ് കവറേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും സ്പിന്നർമാരുടെ പറുദീസ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈഡൻ ഗാർഡൻസിൻ്റെ മണ്ണിൽ KKRനെ സംബന്ധിച്ച് അല്പം കരുത്ത് കൂടുതൽ തന്നെയാണ്. ഹോം അഡ്വാൻറ്റേജിനൊപ്പം മികച്ച സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റുമുള്ള ടീം കൂടിയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. ഈഡൻ ഗാർഡൻസിന് ആ ഒരു സ്വഭാവം തന്നെ, ഈഡൻ ഗാർഡൻസിന് ആ പിച്ചിൻ്റെ ആ ഒരു സ്വഭാവം തന്നെ അങ്ങനെയാണ്. സ്പിന്നർമാരെ വല്ലാതെ അധികം തുണയ്ക്കുന്നൊരു പിച്ചാണ് കൊൽക്കത്ത ഈഡൻ ഗാർഡൻസ്. വളരെ നീളം കൂടിയ ബൗണ്ടറികളും അതോടൊപ്പം തന്നെ മികച്ച സ്വിങ്ങുകളും ടേണുകളും സ്പിന്നർമാരെ സംബന്ധിച്ച് ഉപകാരപ്രദമായേക്കാം. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ സംബന്ധിച്ച് പുതിയ പരിശീലകന് കീഴിലാണ് ഇത്തവണ അവർ ഇറങ്ങാൻ പോകുന്നത്. ഡാനിയൽ വെട്ടോറിയാണ് ഹൈദരാബാദിൻ്റെ പരിശീലകൻ. KKRനെ സംബന്ധിച്ച് കഴിഞ്ഞ സീസണിലെ പരിശീലകനാണ് ചന്ദ്രകാന്ത് പണ്ഡിറ്റ് എന്ന ഇന്ത്യൻ പരിശീലകനെ അവർ നിലനിർത്തിയിട്ടുണ്ട്. ഒപ്പം മെൻറ്റർ റോളിലേക്ക് അവർക്ക് 2 IPL കിരീടങ്ങൾ സമ്മാനിച്ച ഗൗതം ഗംഭീർ മടങ്ങിയെത്തുന്നത് തന്നെ KKRനെ സംബന്ധിച്ച് പുത്തൻ ഉണർവുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്കറിയാം, ഗൗതം ഗംഭീറിൻ്റെ മടങ്ങി വരവ് വെറുതെ ആയിരിക്കില്ല. കളിക്കളത്തിന് പുറത്തുനിന്ന് കളിക്കളത്തിൽ വ്യക്തമായി നടപ്പാക്കേണ്ട പദ്ധതികൾ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ ടീമിന് നൽകിയെടുക്കുന്ന ഗൗതം ഗംഭീറിൻ്റെ ആ ഒരു ലെജൻഡറി ടാക്ടിക്സ് തന്നെയായിരിക്കും KKRനെ സംബന്ധിച്ച് ഈ IPL സീസണിൽ അവരുടെ മുന്നോട്ടുള്ള പോക്കിന് പ്രതീക്ഷകൾ ആക്കം കൂട്ടുന്നത്. ഇനി രണ്ട് ടീമുകളുടെയും ഒരു പ്രോബബിൾ 11 ജസ്റ്റ് നോക്കാം. KKRനെ സംബന്ധിച്ച് അല്പം പോരായ്മകളൊന്നും എടുത്ത് പറയാനില്ലാത്ത 11 തന്നെയാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ സംബന്ധിച്ച് മികച്ച വിദേശ താരങ്ങളുടെ അകമ്പടിയോടെയാണ് ഹൈദരാബാദ് IPLലേക്ക് എത്തുന്നത്. KKRന് വേണ്ടി ഇന്ന് വെങ്കടേഷ് അയ്യരും അതോടൊപ്പം തന്നെ ഫിൽ സോൾ, നമുക്കറിയാം ജേസൺ റോയ്ക്ക് പകരം റീപ്ലേസ് ആയി വന്ന ഇംഗ്ലീഷ് താരമായിരിക്കുന്നു ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. നിതീഷ് റാണ, ശ്രേയസ് അയ്യർ, റിങ്കു സിംഗ്, ആൻഡ്രെ റസൽ, സുനിൽ നരൈൻ, മിച്ചൽ സ്റ്റാർക്ക്, ചേതൻ സക്കറിയ, വരുൺ ചക്രവർത്തി, വൈഭവ് അറോറ എന്നിങ്ങനെയായിരിക്കും KKRൻ്റെ പ്ലേയിങ് 11. ഒപ്പം ഇമ്പാക്ട് പ്ലെയർ ഓപ്ഷനായിട്ട് ഒരു പക്ഷേ സുയാഷ് ശർമ്മ അവർ പരിഗണിച്ചെങ്കിൽ നമുക്ക് സ്പിന്നർമാർക്ക് ഏറ്റവും അനുകൂലമായി പിച്ച് തന്നെയാണ്. സോ അതിനാൽ തന്നെ ഫസ്റ്റ് ബാറ്റ് ചെയ്തിട്ട് പിന്നെ സെക്കൻഡ് ചേസ് ഡിഫെൻഡിങ് വരുവാണെങ്കിൽ ഒരു പക്ഷേ നിതീഷ് റാണെ അല്ലെങ്കിൽ നിതീഷ് റാണെ വെങ്കടേഷ് അയ്യരോ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു പക്ഷേ സുയാഷ് ശർമ്മയെ കളിക്കളത്തിലേക്ക് ഇറക്കിയേക്കാം. ഹൈദരാബാദിൻ്റെ 11ലേക്ക് വരികയാണെങ്കിൽ മായങ്ക് അഗർവാൾ, അഭിഷേക് ശർമ്മ ഓപ്പണിംഗ് സഖ്യമായിരിക്കും. രാഹുൽ ത്രിപാഠി, ഏഡൻ മാർക്രം, ട്രാവിസ് ഹെഡ്, അബ്ദുൾ സമദ്, ഹൈൻറിച്ച് ക്ലാസൻ, പാറ്റ് കമിൻസ്, ഭുവനേശ്വർ കുമാർ, ഉമ്രാൻ മാലിക്, വാഷിംഗ്ടൺ സുന്ദർ, മായങ്ക് മാർക്കണ്ടെ എന്നിവർക്കൊപ്പം ഇമ്പാക്ട് പ്ലെയർ ഓപ്ഷനായിട്ട് ഒരു പക്ഷേ നടരാജനെ കൂടി അവർ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയേക്കാം. സോ ഇതാണ് ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ പ്ലേയിങ് ഇലവൻ എന്ന് പറയാം. നമുക്കറിയാം, ഇരു ടീമിലും പരിക്കേറ്റ് താരങ്ങൾ പോയിട്ടുണ്ട്. കൊൽക്കത്തയിലേക്ക് വരികയാണെങ്കിൽ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ചെറിയൊരു പരിക്കിൻ്റെ പിടിയിലാണ്. നമുക്കറിയാം, പുറം വേദനയെ തുടർന്ന് അദ്ദേഹത്തിന് അവസാന അന്താരാഷ്ട്ര ടെസ്റ്റ് അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചിരുന്നില്ല. അതോടൊപ്പം തന്നെ ദുഷ്മന്ത ചമീര അവർ ഗസ് അറ്റ്കിൻസിന് പകരം റീപ്ലേസ് കൊണ്ടുവന്ന് ദുഷ്മന്ത ചമീരയും IPL ഇന്നത്തെ മത്സരത്തിൽ KKRന് വേണ്ടി കളിക്കില്ല. ഹൈദരാബാദിൻ്റെ കാര്യം വിപരീതമല്ല. വനന്തു ഹസരംഗ ഇന്ന് അവർക്ക് വേണ്ടി കളിക്കും. സോ അതിനാൽ ഹൈദരാബാദിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയൊരു ഡ്രോബാക്കാണ്. കാരണം ഈഡൻ ഗാർഡൻസിൽ സ്പിന്നർമാരെ തുണയ്ക്കുന്ന ഒരു മികച്ച പിച്ചിൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ ഹസരംഗ ഇപ്പോൾ ഒരു വേൾഡ് ക്ലാസ് സ്പിന്നറുടെ അഭാവം അവരുടെ നിരയിൽ നിഴലിച്ച് കാണും.
സോ ഹസരംഗ അതോടൊപ്പം തന്നെ ദുഷ്മന്ത ഷമീർ എന്നിവർ ഇന്നത്തെ മത്സരം കളിക്കില്ല. ശ്രേയസ് അയ്യർ ചെറിയൊരു പരിക്കിനെ പിടി നമുക്കറിയാം, പുറമേനെ ഉണ്ട് താരത്തിന്. പക്ഷേ അദ്ദേഹം കളിക്കുമ്പോൾ തന്നെയാണ് KKR ക്യാമ്പിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. സോ IPL ചരിത്രത്തിലെ കിടിലൻ പോരാട്ടത്തിനാണ് ഇന്ന് കൊൽക്കത്ത ഈഡൻ ഗാർഡൻസ് വേദി ഒരുക്കാൻ പോകുന്നത്. മാച്ച് ഡേ 2 ഡബിൾ ഹെഡർ പോരാട്ടത്തിൽ സൂപ്പർ സാറ്റർഡേയിലെ രണ്ടാം പോരാട്ടത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. 2 തവണ IPL കിരീടങ്ങളിലെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നേരിടാൻ ഒരുങ്ങുകയാണ് ഒരു തവണ IPL കിരീടമുയർത്തിയ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.